നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കര അഭിനയമായിരുന്നു. കൊള്ളായിരുന്നു. വലിയ കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. ഒരു വ്യത്യസ്തമായിട്ടുള്ള മൂവി. നല്ല സൂപ്പർ. ബ്രഹ്മയുഗ നല്ല സിനിമയാണ്. എന്താണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മമ്മൂട്ടി അടിപൊളി. നല്ലത്. മുട്ടയുടെ പടം വളരെ എന്താ പറയുക, മമ്മൂട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു സിനിമ, അത്രേ പറയാനുള്ളൂ. നല്ല ബ്രഹ്മയുഗം നല്ല പടമല്ലേ, ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രമേയം. പക്ഷേ 3 പേരും നന്നായി അഭിനയിച്ചു കേട്ടോ. മമ്മൂട്ടിയുടെ റോള് വളരെ മനോഹരമാക്കിയപ്പോൾ, പിന്നെ അശോകൻ്റെ മകൻ വളരെ നന്നാക്കി, അതേപോലെ തന്നെ മറ്റേ KPIC ലളിതൻ്റെ മകനും. 3 പേരെ വെച്ചിട്ട് ഈ ഒരു പടം ഒരു 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാവുന്നതിൽ എത്രയോ അപ്പുറം നന്നായി. വണ്ടർഫുൾ മൂവി. 2024 ഒരു ബെസ്റ്റ് ഫിലിം. പക്ഷേ ആൾക്കാർക്കൊന്നും ബോധിക്കുന്നില്ല ഈ പടം എന്തെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. കാര്യം അറിയാലോ, വിവരമില്ലാത്ത കുറേ ഈ പടം കാണാനായിട്ട് കയറുന്നത്. ഈ പടമല്ല, എല്ലാ പടവും കാണാൻ കയറുന്നത് വിവരമില്ലാത്ത. ഇവരെ സംബന്ധിച്ച് അവർക്കിനി എന്ത് കാടി വെള്ളം കൊടുത്താലും അവർ കൊള്ളൂല എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അവർക്കിനി എന്ത് കലയിൽ കൊടുത്താലും അവർ കൊള്ളൂല എന്നേ അവർ പറയൂ. അവരെ സംബന്ധിച്ച് അവർ എന്താണ്, വെറുതെ കാണുന്നു, കുറ്റം പറയാൻ വേണ്ടി കാണുന്നു. അല്ലാതെ ഒരു പടത്തെ സംബന്ധിച്ച് നമ്മൾ ആ പടത്തെ മനസ്സിലാക്കി നമ്മൾ കാണണം. ഇപ്പോൾ ആ പടത്തിൽ ആ ഡയറക്ടർ എന്താണോ, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി സെക്ഷനിലുള്ള ആൾക്കാർ എന്താണോ കാട്ടി വെച്ചേക്കുന്നത് അത് കാണണം നമ്മൾ. അല്ലാതെ ആ പടം കൊള്ളൂല, അയാൾ ഇത് ചെയ്ത് അതിങ്ങനെ ഇരിക്കുന്നു, അതൊന്നും വിലയിരുത്താനായിട്ടൊരു കാര്യമില്ല. അവർ ഒരു നല്ല സാധനമാണെങ്കിൽ കണ്ടിട്ട് നല്ലതെന്ന് തന്നെ പറയണം. ഇത് ഒരു സാധനം എടുത്ത് വെച്ചിട്ട് കൊള്ളൂല എന്ന് പറയുന്നത് എന്താണിത്? വിവരമുണ്ടോ അവർക്ക്? വിവരമുള്ളവർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറയും. അല്ലാതെ വിവരമില്ലാത്ത കുറേ പോലെയുള്ള നല്ല പടങ്ങളെ നശിപ്പിക്കുന്നത്. ഇതേപോലെ വാലിബൻ എന്ന് പറയുന്ന ഒരു മോഹൻലാലിൻ്റെ ഒരു പടം അറിയാമല്ലോ, അതിനെ ഇവരെല്ലാം കൂടെ അടിച്ച് അണ്ണാക്കി കൊടുത്തു വിട്ടു. വല്ല കാര്യം ഉണ്ടായിരുന്ന ലിജോ ജോസ് പല്ലിശ്ശേരി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. പുള്ളിക്ക് അടിച്ചണ്ണാക്കി കൊടുക്കുന്ന രീതിക്കാണ് യവന്മാർ കാണിച്ചത്. എന്തിന്? കഴിവുള്ളവർ അംഗീകരിക്കുന്നില്ല കേരളത്തിലുള്ള ആൾക്കാർ. വിവരവുമില്ല കുറേ. ഈ മലയാള സിനിമയെ നശിപ്പിക്കുന്നത് ആരാണെന്ന് അറിയാമോ? റിവ്യൂവേഴ്സ്. നിങ്ങളെപ്പോലെയുള്ള മലയാള സിനിമയെ നശിപ്പിക്കുന്നത്. ഞാൻ ഒറ്റവാക്കി പറയുന്നു, നിങ്ങളെപ്പോലെയുള്ള സിനിമയെ നശിപ്പിക്കുന്നത്. ഓക്കെ ബ്രോ, ശരിക്കും റിവ്യൂ അല്ല, പടം നല്ലതുപോലെ എടുത്താൽ എന്തായാലും പടം കയറി കൊടുക്കും. പക്ഷേ റിവ്യൂസിന് എന്താണ് തെറ്റ്? കാരണം റിവ്യൂ എന്ന് പറയുന്ന ഒരാളുടെ അഭിപ്രായം പറയുന്നതല്ലേ, അതിലെന്ത് തെറ്റിരിക്കുന്നത്? കാരണം പടം നന്നായിരുന്ന അഭിപ്രായം ചെയ്യും. ഇപ്പം വന്നിട്ട് ഈ റീസെൻ്റ്ലി ഇറങ്ങി പ്രേമലു, ഇതുപോലെ പ്രമേഹം ആണെങ്കിലും ഇപ്പോൾ ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും എല്ലാം വന്നിട്ട് നല്ല ഹെവി റെസ്പോൺസാണ്. അതിനെ ആരും ഒരു റിവ്യൂവറിനും പൊട്ടിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അതെങ്ങനെയാണ്, അതിനെന്ത് പറയുന്നു? പ്രേമലുവിന് നെഗറ്റീവ് പറയുന്നുണ്ടല്ലോ ആൾക്കാർ. നമ്മുടെ ബ്രഹ്മയുഗത്തിന് നെഗറ്റീവ് പറയുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ബ്രഹ്മയുഗവും നമ്മുടെ വാലിബനൊക്കെ ഏതാണ്ട് ഒരേ പാറ്റേണിൽ വരുന്ന ചിത്രങ്ങളാണ്. ഏതാണ്ട് ഒരു സൈലൻറ്റ് മൂഡിൽ പോകുന്ന ചിത്രമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ അടുത്തിൻ്റെ വല്ല ദേഷ്യമോ വൈരാഗ്യമോ എന്തെങ്കിലും ഉണ്ടോ എന്തോ അങ്ങനെ പറയാൻ കാര്യം എനിക്കറിയത്തില്ല. ഞാനൊരു ലാൽ ഫാനോ അല്ലെങ്കിൽ മമ്മൂക്ക ഫാനോ ഒന്നും അല്ല. എല്ലാ നടന്മാരെയും ഞാൻ ഒരേപോലെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇല്ല, ആൾക്കാർക്ക് വിവരമില്ലാത്ത കുറേ ആൾക്കാരാണ് പടം കണ്ടിട്ട് വന്നിട്ട് കൊള്ളൂല എന്ന് പറയുന്നത്.